സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഇന്ന് 16 ഫൈനലുകൾ. 100 മീറ്റർ 800 മീറ്റർ ഫൈനലുകളാണ് പ്രധാനം. രാവിലെ നടന്ന 2 ഫൈനലുകളിൽ മലപ്പുറവും കോഴിക്കോടും ഓരോ സ്വർണം വീതം സ്വന്തമാക്കി. പ്രധാന വേദിയായ മഹാരാജാസ് ഗ്രൗണ്ടിൽ നിന്നും എം നിഖിൽ കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സ്കൂൾ കായികമേളയിൽ 2ാം ദിവസം ആദ്യം രാവിലെ തന്നെ നടന്ന പ്രധാനപ്പെട്ട 2 ഇനങ്ങളുടെ ഫലം വന്നിരിക്കുകയാണ്. അതിലൊന്ന് കോഴിക്കോടിനും ഒന്ന് മലപ്പുറത്തിനുമാണ് മെഡലുകൾ സ്വന്തമായത്. ഒന്ന് 5000 മീറ്റർ നടത്തവും ആൺകുട്ടികളുടെ നടത്തവും, 3000 മീറ്റർ പെൺകുട്ടികളുടെ നടത്തവും. അങ്ങനെ 2 മത്സരങ്ങളാണ് പ്രധാനമായും ഇന്ന് ഫൈനലുകളാണ് ഇന്ന് രാവിലെ നടന്നത്. ഇനിയുള്ള പ്രധാനപ്പെട്ട ഫൈനലുകളെല്ലാം ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് നടക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം ഇന്ന് നിരവധി ഫൈനലുകളുണ്ട്. അതിൽ നിന്ന് ഏറ്റവും ശ്രദ്ധേയകരമായ ഫൈനലുകൾ നടക്കുന്നത് 100 മീറ്റർ 600 മീറ്റർ വിഭാഗങ്ങളിലാണ് പ്രധാനമായും ഇന്ന് ഫൈനലുകൾ നടക്കുന്നത്. അതിൽ തന്നെയാണ് ഇന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെല്ലാം. ഇന്ന് രാവിലെ നിരവധി ഇനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും പ്രധാനമായും നടക്കുന്നത് ഈ ഫൈനലുകൾ തന്നെയാണ്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഫൈനലുകൾ എന്ന് പറയുന്നത് 100 മീറ്റർ തന്നെയാണ്. 100 മീറ്ററിൽ നിരവധി ഫൈനലുണ്ട്. ഇന്ന് 100 മീറ്റർ സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ, അതിൽ തന്നെ ബോയ്സ്, ഗേൾസ്, ഇതിൻ്റെ എല്ലാം ഫൈനൽ മത്സരങ്ങൾ ഉച്ചയ്ക്ക് ശേഷം നടക്കുന്നുണ്ട്. 800 മീറ്ററിൻ്റെ ഫൈനൽ നടക്കുന്നുണ്ട്. 800 മീറ്ററിലും ഈ കാറ്റഗറിയിലുള്ള എല്ലാം ജൂനിയർ, സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ, ഇതിലെല്ലാം ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എല്ലാം മത്സരങ്ങൾ ഇന്ന് നടക്കുന്നുണ്ട്. പിന്നീട് ഇന്ന് പ്രധാനമായും നടക്കുന്നത് ഹൈ ജമ്പ് ആണ്. ഹൈ ജമ്പ് സബ് ജൂനിയർ വിഭാഗത്തിൻ്റെ ഹൈ ജമ്പ് ഇന്ന് അതിൻ്റെ ഫൈനൽ മത്സരം നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ സീനിയർ പെൺകുട്ടികളുടെ പോൾ വാൾട്ടിൻ്റെ ഫൈനലും ഇന്ന് നടക്കുന്നുണ്ട്. അങ്ങനെ ഇന്ന് വാശിയേറിയ പോരാട്ടങ്ങൾ തന്നെയാണ് ഇന്നും നടക്കുന്നത്. എന്തായാലും വാശിയേറിയ പോരാട്ടം നേരത്തെ പറഞ്ഞതുപോലെ പാലക്കാടും മലപ്പുറവും തമ്മിലുള്ള വാശിയേറിയ പോരാട്ടമാണ് ഈ ഒരു മെഡൽ നേട്ടത്തിന് വേണ്ടി, അല്ലെങ്കിൽ ആ പട്ടികയിൽ ഇരു ടീമുകളും തമ്മിലുള്ള വാശിയേറിയ പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. രാവിലത്തെ 2 ഫൈനൽ മത്സരങ്ങൾ പൂർത്തിയായി. ഇനി ഉച്ചയ്ക്ക് ശേഷമാണ് പ്രധാനപ്പെട്ട ഫൈനൽ മത്സരങ്ങളൊക്കെ നടക്കാനുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ 100 മീറ്റർ 800 മീറ്ററിൻ്റെയൊക്കെ ഫൈനൽ നടക്കാനുണ്ട്. 600 മീറ്ററിൻ്റെ ഫൈനലല്ല ഹീറ്റ് മത്സരങ്ങളും നടക്കാനുണ്ട്. എന്തായാലും വാശിയേറിയ പോരാട്ടം. മെഡൽ പട്ടികയിൽ ഇന്ന് വലിയ മാറ്റങ്ങൾ തന്നെ ഉണ്ടാകും. കാരണം ഇത്രത്തോളം ഫൈനൽ മത്സരം നടക്കുന്നതുകൊണ്ട് തന്നെ ഇന്നലെ നടന്നത് 15 ഫൈനൽ മത്സരങ്ങളായിരുന്നുവെങ്കിൽ ഇന്ന് അത് നിരവധി ഫൈനൽ മത്സരങ്ങൾ നടക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ വാശിയേറിയ പോരാട്ടം തന്നെയാണ് മെഡൽ നേട്ടത്തിന് വേണ്ടി സംസ്ഥാന സ്കൂൾ കായികമേളയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിഖിലാണ് വാർത്തകൾ നൽകിയത്.